കെട്ടി താങ്ങി വലിക്കും മഹാഗജം. അടി കൽപ്പന താങ്ങിയിറക്കൽ വീണ്ടും വീണ്ടും അടി അമ്പരന്നൊന്നു നിന്നു പോകുന്നു. പേടിച്ചരളും കണ്ണാലാന നോക്കുന്നു ചുറ്റും. തെന്നിമറിയാതിതും വലിച്ചെങ്ങനെ ഇറങ്ങേണ്ടു. പുക്കിളിൽ തോട്ടി മുനയാൽ കൊളുത്തവൻ പിടയുന്ന അത്യുച്ചത്തിലാർക്കുന്നു മഹാഗജം. ഉൾക്കടമ്പാരം താങ്ങാൻ വയ്യ, വീണുപോം വയ്യ. ചത്തുരാമരം മൂകം മൊഴിവു കുഞ്ഞേ നീയും ചത്തിരുന്നെങ്കിൽ കാണാൻ വയ്യ നിൻ മഹാദുഃഖം. ഇത് മുഴുവൻ കേൾക്കാൻ നമുക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് നല്ല 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 ശാരീരം ശബ്ദം നല്ല ശബ്ദം, ഒരു ഭാവമുണ്ട്. അതാണ് അതിന് ടച്ചിങ് ആണ്, നമ്മള് പെനിട്രേറ്റിംഗ് അങ്ങനെ തന്നെയുണ്ട് കവിത. കാരണം കവിതയെ കുറിച്ചൊക്കെ വലിയ ഗ്രാഹ്യമൊന്നും എനിക്കില്ല, പക്ഷെ ചിലത് കൊള്ളും മനസ്സിൽ. അങ്ങനെ വേണം. ഇത് പ്രസന്റ് ചെയ്തത് നല്ല ശബ്ദത്തിലാണ്. ഗൂഗിൾ കീപ് ഇറ്റ് അപ്പ്. ഹൈസ്കൂൾ വിഭാഗത്തിന്റെ മത്സരമാണ് ഇന്ന് നടക്കുന്നത്. നാളെ എന്താണ്? നാളെ വീണ്ടും എൽ പി വിഭാഗത്തിനുള്ള മത്സരമാണ്. ഓക്കെ, അപ്പൊ ഷാനിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവതരിപ്പിക്കാം. ഒരു പാട്ട് പാടാം. ഡാൻസ് കളിക്കേണ്ടി വരും. വേണ്ട, ഡാൻസ് കളിക്കാൻ റെഡി, ഞങ്ങൾ റെഡി ആകുമ്പോ പിന്നെ പ്രശ്നം. ഓക്കെ റൈറ്റ്. ഷാനിബിന്റെ എന്താണ് ഷാനിബ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് പറ. ദാറ്റ് വൺ. ഓക്കെ, ഒരു കരയൊക്കെ. तुझसे जुदा अगर हो जाएंगे तो खुद से ही हो जाएंगे जुदा, क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो चैन भी, मेरा दर्द भी, मेरी आशिकी. എന്താ ഇപ്പൊ സംഭവിച്ചത്? നന്നായിട്ട് വളരെ നന്നായിട്ട്. അടിപൊളി. ഇത് ബാബുജി, ഇത് സമയമില്ലാത്ത ഒരൊറ്റ പ്രശ്നമല്ലേ മുഴുവൻ പഠിക്കാമായിരുന്നു. ഷാനിബ അടിപൊളി, നല്ല ഭാവിയുണ്ട്. ഓക്കെ, ആത്മാർത്ഥമായിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അടുത്തതാരാണ്? നെക്സ്റ്റ് മോള് വാ. പാട്ടാണോ? ഒരു രക്ഷയില്ല, ആ പാട്ട് മുഴുവൻ കേൾക്കാണ്ടൊരു തകരാറുണ്ട്. എന്തെങ്കിലും ഒരു
പ്രശ്നമില്ല. മോളെ പറ, പേരൊക്കെ പറഞ്ഞിട്ട് പേര് പഠിക്കുന്ന സ്കൂളൊക്കെ അതൊന്നും പ്രശ്നമില്ല, പറഞ്ഞോളൂ. ഇങ്ങനെ തന്നെയാണ് സ്റ്റേജിൽ വരിക, അടിപൊളി നാളത്തെ ഗായകരാവും. സിത്താരയൊക്കെ ആവണ്ടേ നാളത്തെ? ശബ്ദം ഒരു പ്രശ്നമില്ല, ശബ്ദം ശബ്ദം വേണ്ട ആവശ്യമില്ല, മൈക്കുണ്ടെങ്കിൽ ശബ്ദം ഉണ്ടാവും. പേര് പറയാ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പറയാ, ഏതെങ്കിലും രണ്ടുപേര്. അത്രേ ഉള്ളൂ മോളെ. മതി മതി. ഓക്കെ, പറഞ്ഞോളൂ. എന്റെ പേര് അനക, ഞാൻ 8th സ്റ്റാൻഡേർഡ് ഏഞ്ചൽസ് എവിടെയത്? CBHS. ഓക്കെ. സപ്തസ്വരങ്ങൾ ഞങ്ങൾ നാദമായി താളമായി ഉണരും ഉണരും സംഗീതം. നന്നായിട്ടുണ്ട്, പാടിക്കോളൂ. രണ്ടുപേരും ഇവിടെ, കുഴപ്പമില്ല. വന്നോട്ടെ. സപ്തസ്വരങ്ങൾ ഞങ്ങൾ നാദമായി താളമായി ഉണരും ഉണരും സംഗീതം. ഒഴുകി 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 വരും സംഗീതം. നിസരി സപ ഗസനി സപ സാനി സസാ നിസപ നിസാ സസാനി സാ സരിസാ. ആഹാ, എത്ര നന്നായിട്ടാണോ പാടില്ല. ഇത് ശബ്ദമില്ല എന്നൊക്കെ പറഞ്ഞു. ശബ്ദം ഉണ്ടായിരുന്നല്ലോ ഈ പരിപാടി എന്താ? എത്ര ആളുകൾ കൈയടിച്ചല്ലോ. അല്ല, ഈ പരിപാടിയുടെ പേരെന്താ? എന്താ പേര് പറഞ്ഞ? സ്മാർട്ട് വീട്ടിലിരുന്ന് എനിക്ക് ശബ്ദമില്ല, പാടുന്നില്ല. ഇതേപോലെയുള്ള കുട്ടികള് ഒരുപാടുണ്ട് നമ്മുടെ കുടുംബത്തിൽ. നമ്മുടെ ഒരു തുടക്കത്തിലുള്ള പ്രശ്നം അതൊന്നുമില്ല, രക്ഷിതാക്കളോട് പറയാം, ഇതൊന്നും ഒരു വിഷയമല്ല. നമ്മുടെ ഈ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കുട്ടികൾ തന്നെയാണ് വളർന്നിട്ട് വലുതാവുന്നത്. ആരും വലിയ ഗായികമാരോ ഗായകന്മാരായിട്ട് ജനിക്കുന്നില്ല. ഇത് നമ്മൾ കൊടുക്കുന്നത്, നിങ്ങൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് പുറത്തുനിന്ന് ഒന്ന് തള്ളി കൊടുക്കേണ്ടി വരും. പക്ഷെ ഒന്ന് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ നന്നായി പാടുകയും ചെയ്തു പോലെ. അതിന് ഒരു കാരണം ബാബുജി, ഞാൻ പറഞ്ഞത് രക്ഷിതാക്കളെയാണ് ഞാൻ കുറ്റം പറയുന്നത്. കാരണം അവര് എന്റെ മോൻ പഠിച്ചാ മതി, സ്കൂളിൽ പഠിക്കുന്നത് മാത്രം ആയിട്ടില്ല. ഇല്ലേ, അങ്ങനെ പറയാറുണ്ടോ വിടുന്ന്? സത്യം പറ. മത്സരിക്കാറൊക്കെ ഉണ്ട് സ്കൂളിലും സബ് ജില്ലയിലൊക്കെ. പക്ഷെ അച്ഛനും അമ്മയൊക്കെ നല്ല സപ്പോർട്ട്. വെറുതെ പറയരുത്, എന്നോട് സത്യം പറയുന്നത്. എല്ലാത്തിനും നല്ല സപ്പോർട്ടായിരുന്നു. എന്താ നമ്മുടെയൊക്കെ അച്ഛനമ്മമാരുടെ സ്ഥിതി? ഇതുപോലെ തന്നെ നല്ല പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഷാനിബൻ എന്താ സ്ഥിതി? നല്ല പ്രോത്സാഹനം. ആരാണ് ശരിക്കും പ്രോത്സാഹിപ്പിക്കുന്നത്? ഉപ്പയും ഉമ്മയും. ഓ, അത് ബാലൻസ് ചെയ്താണ്. സ്കൂളിൽ നിന്നോ? സ്കൂളിൽ നിന്ന് ഭയങ്കര സപ്പോർട്ട്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഹാപ്പിയാണ്. രോഹിത്തിന് എന്താ സ്ഥിതി? രോഹിത് ശരിക്കും എവിടുന്നാണ് ആദ്യം പഠിച്ചു തുടങ്ങിയത്? അച്ഛൻ്റെ അടുത്ത് തന്നെയാണ് തുടങ്ങിയത്. അതല്ലേ, ഇപ്പോഴും അച്ഛൻ്റെ അടുത്താണ് പഠിച്ചോണ്ടിരിക്കുന്നത്. അതല്ലേ, ഗുരു. ഇപ്പോഴും അച്ഛന്റെ കയ്യിൽ തന്നെയാണ്. എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? എനിക്കൊരു ഒരു മിക്സ്, എല്ലാം വായിക്കുന്ന ഒരു പെർക്കഷൻ മിക്സർ അവിടെ ആഗ്രഹമുണ്ട്. രോഹിത്തിന്റെ ഗുരു അച്ഛനാണെങ്കിൽ അച്ഛന്റെ ഗുരു ഒരാളുണ്ടാവുമല്ലോ. അതാരാണ്? ഭരദ്രാജ് കോഴിക്കോടുള്ള ഫേമസ്. വളരെ ചുരുങ്ങിയ ആളുകളെ എല്ലാവരും ഒന്നും ട്രീറ്റ് ചെയ്യില്ല, 4-5 പേർ, അവരെ മാത്രം ട്രീറ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന ഭരദ്രാജൻ മാസ്റ്റർ. അല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത്, രോഹിതിനോട് ചോദിക്കുന്നത് ഇതാണ്. രോഹിത് തബല ഒരു കരിയർ ആയിട്ട് എടുക്കുന്നു, ഒരു പ്രൊഫഷൻ ആയിട്ട് എടുക്കുന്നോ, അതോ മറ്റേതെങ്കിലും പ്രൊഫഷന് കൂടെ? തബലയാണ് എന്റെ പ്രൊഫഷനൊക്കെ ഇഷ്ടം. എന്ത് പ്രൊഫഷൻ എടുക്കുകയാണെങ്കിൽ അതൊരു സൈഡായിട്ട് മാത്രം. അതാണ് സൈഡ്. രോഹിത് പാടാറില്ലേ? തബലടിച്ചിട്ട് പാട്ട് ഞാൻ കേട്ടിട്ടുണ്ടോ സംശയം, എന്നാലും പാടാറുണ്ടാവും എനിക്ക് സംശയം. ചെറുതായിട്ട്. വേറെ ആരെങ്കിലും പാടിയാലും ഒന്ന് അടിച്ചു നോക്കാവുന്ന മാത്രം. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ മോശമൊന്നുമില്ല എനിക്കറിയാം. ഇൻസ്ട്രുമെന്റലില് ഇദ്ദേഹവും അത്യാവശ്യം മോശമില്ല, അല്ലേ? അതായത് പ്രിൻസിപ്പൾമാരെ പഠിപ്പിക്കുന്ന അധ്യാപകൻ പോലക്ക് ചെണ്ട നമ്മള്, അതായത് ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഫ്ലൂട്ട്, ചെണ്ടയൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം, ബാബുജി. അറിയാം? അറിയാം. അപ്പൊ ഒരു പറ്റുമെങ്കിൽ ഒരു ചെറിയ കഷ്ണം രോഹിത് വായിക്കുന്ന എനിക്ക് തോന്നുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ
ഇന്നത്തെ ഒരു സ്റ്റേജ് പെർഫോമൻസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ഏതാനും നല്ല ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ പരിപാടിയാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്കത് ഫിനിഷ് ചെയ്യണം. എന്നാലും ഈ പരിപാടി നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ തോന്നില്ല. ഏതാ ബാബുജി? വെറുതെ ഒരു ഗീതം മാത്രം വെറുതെ നോക്കാം. എന്നാലും ഞാനും വെറുതെ ഒരു പാട്ട് ഇഷ്ടമുള്ള ആളാണ്. മോഹനത്തിലുള്ള ഏതാണത്? അതിൽ ഒരു പാട്ട് അതെങ്കിലും പറയാൻ പറ്റുമോ? പാട്ട് പയ്യങ്ങള് കാലം തൊട്ടിട്ട്. ഓക്കെ ഓക്കെ. ഇത് വരവീണ എവിടെയൊക്കെ വെറുതെ തോന്നിയതാണ്. വരവീണ ഋതുപാണി എന്ന് പറഞ്ഞിട്ട് തുടങ്ങണ്ടേ? ഓക്കെ, മനസ്സില്ലേ? നന്നായിട്ട് എനിക്ക് തോന്നിയതാണോ? ഞാൻ ഈ സംഗീതമായിട്ടൊന്നും എനിക്ക് വലിയ പാട്ട് പാടുന്നല്ലാണ് അതിന് ശാസ്ത്രീയ അവതരിപ്പിക്കാറുണ്ട്. അത് പണ്ട് അത് പോട്ടെ. പിന്നെ എന്തായാലും മനോഹരമായി ഇന്നത്തെ സായനം നമുക്ക് മനോഹരമായി കൊണ്ടിരിക്കുകയാണ്. ബാബുജി, ഇനി ഈ കുട്ടികളുടെ അടുത്ത പരിപാടി ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പാട്ട്, തബല എന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു പരിപാടി എവിടെയോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ത് പരിപാടിയാണ്? എന്താ ഗോകുലെ? ഗോകുല് എന്താ ഗോകുലിനെ അവതരിപ്പിക്കാനുള്ളത് നോക്കാം. യക്ഷഗാനം. അപ്പോ യക്ഷഗാനത്തിന്റെ കുറച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആണെങ്കിൽ ഞങ്ങൾ മൈക്ക് ഒഴിവാക്കേണ്ടി വരും. ഇതില് എന്ത് പറയാനുണ്ടാവിക്കോ? ഇല്ല, പറയുന്നവരെ നീട്ടിക്കൊണ്ട് പോകും. കുഴപ്പമില്ല. എന്നാലും ഏകദേശം എത്ര സമയം എടുക്കും? ഇല്ല, കുറച്ച് വളരെ ചുരുങ്ങിയ സമയം. നമുക്ക് സമയം കുറവല്ലേ? ടീമാണ്. ഓക്കെ ഓക്കെ, റൈറ്റ്. ഒരു ടീമാണ്, പക്ഷെ ഗോകുലിന്റെ ഭാഗം മാത്രം. യക്ഷഗാനത്തില് പാട്ട് വരുന്നുണ്ട്, ഡാൻസ് വരുന്നുണ്ട്, പിന്നെ ഡയലോഗ്, ഒരു നാടകം ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോ തുടക്കം തന്നെ സ്റ്റെപ്പ്. ഗുഡ് പെർഫോമൻസ്. മനസ്സിലായിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല, തീരെ മനസ്സിലായില്ല. ഇതില് പുരാതന കഥാപാത്രങ്ങളുടെ ആരാണ്? ഞാൻ സുദർശന ചക്രമായിട്ടാണ് വരുന്നത്. സുദർശന ചക്രം ആരുടെ ആയുധാണത്? വിഷ്ണുവിന്റെ. അപ്പോ വിഷ്ണുവിന്റെ ആയുധമായ സുദർശന ചക്രം ആയതിനാലാണ് ഈ കറങ്ങലിന്റെ ഒക്കെ ആവശ്യം വന്നത്. അപ്പൊ ഇതില് എന്റെ പ്രവേശനം മാത്രമാണ് ഇപ്പൊ കാണിച്ചത്. അപ്പൊ ഇതങ്ങനെ പെട്ടെന്ന് പ്രവേശനം എങ്ങനെ കാണിച്ചാൽ പോക്ക് എങ്ങനെ ഇരിക്കും? പ്രവേശനം തന്നെ ഇങ്ങനെയാണ്. ഇനി യുദ്ധങ്ങളൊക്കെയാണുള്ളത്, അതിന് ആൾക്കാരുടെ ആവശ്യമുണ്ട്. അതിന് സമയമില്ലല്ലോ ഗോകുലേ. ഓക്കെ, യുദ്ധം തുടങ്ങിയാ പിന്നെ പ്രശ്നമുണ്ട്. പണ്ട് നമ്മള് യുദ്ധങ്ങളൊക്കെ പണ്ടത്തെ പല നമ്മളെ ഭാരതവർഷത്തിലൊക്കെ യുദ്ധം തുടങ്ങി കഴിഞ്ഞാല് നമ്മുടെ സൂര്യാസ്തമയം വരെ പറ്റുള്ളൂ അല്ലേ? അതിനുശേഷം യുദ്ധമല്ല. ഇല്ല, മാത്രമല്ല
ആ യുദ്ധം സമയം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും മിത്രങ്ങളാണ്, അല്ലേ? അതെ. ശത്രുത ഇല്ല. പണ്ടൊക്കെ യുദ്ധത്തിന് പോലും നിയമങ്ങൾ എന്തൊരു ധർമ്മം! വെറുതെ അല്ല നമ്മളെ ഭാരതവർഷം, നമ്മള് ഭാരതത്തിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. നമുക്കൊരു നല്ല സംഹിതയുണ്ട്, അത് ലംഘിക്കില്ല. ആ സൂര്യാസ്തമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതൊക്കെ അധർമ്മമാണ്. അതായത് അതിന് ഇരുട്ടിൽ വന്ന് കൊല്ലുന്നതൊക്കെ ശരിയല്ല. അപ്പൊ മഹാഭാരത യുദ്ധത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ അങ്ങനെ ഒരുപാട് ഒരുപാട് അനീതികൾ ഉണ്ടായിട്ടില്ല. അനീതികൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എന്നാലും അധികമില്ല. ഇല്ല, നമുക്ക് ഈ സുദർശനമാണ് അല്ലേ? നല്ല ദർശനമാണ്. യെസ്. അപ്പൊ ഏതായാലും ഒരു നമ്മുടെ കുട്ടികളുടെ പരിപാടി ഒരു പക്ഷേ ഞാൻ പറയുന്നു, ഇന്ന് കുട്ടികളുടെ എണ്ണം കുറഞ്ഞാലും പ്രോഗ്രാമിന്റെ വെറൈറ്റി, അതിന്റെ അട്രാക്ഷൻ കൂടിയിട്ടില്ലേ? ഹൈസ്കൂളിന്റെ അനുസരിച്ചുള്ള തലത്തിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഇയാൾ ഇവിടെ ഇരിപ്പുണ്ട്. എന്തോ ഒരു പരിപാടി. എന്താ ചെയ്യുന്നത് ഇനി അടുത്ത പരിപാടി? എന്തും ചെയ്യാം. എന്താണ് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? നമ്മള് നാടൻപാട്ടല്ലാതെ വേറെ എന്തൊക്കെയാ ഉള്ളത്? ലളിതഗാനം. ഒരു 4 വരി പാടുവോ? ആ മോള് പാട്. ലളിതഗാനം എഴുതിയത് ആരാണെന്നൊക്കെ പറയാൻ പറ്റുമോ? പറ്റില്ല. എന്നാ പാടിയാ മതി, ഒരു പ്രശ്നമില്ല. മാനസത്തിൻ മണിച്ചെപ്പിൽ മധുവൂറും ബാല്യത്തിൽ നിറമുള്ള മഞ്ചാടി മണികളുണ്ട്. മാനസത്തിൻ മണിച്ചെപ്പിൽ മധുവൂറും ബാല്യത്തിൽ വെരി ഗുഡ്, നൈസ്ലി സൺ അല്ലേ? മനോഹരമായി പാടി. ഇനി എന്താ അടുത്ത പരിപാടി? ഷാനിപ്പിന് എന്തൊരു പരിപാടി ഉണ്ടല്ലോ? പെട്ടെന്ന് വാ. എന്താ പരിപാടി? ഷാനിപ്പ് അടുത്ത പാട്ടായിരിക്കുമല്ലോ അല്ലേ? ഇന്ന് പാട്ടായിട്ടാണ് ഇയാൾ പോകുന്നത്. അതും കരോക്കെ ആണോ? കരോക്കാണോ? റെഡിയാണോ? ഓക്കെ. Here on this special day, our hearts are full of pleasure. A day that brings the two of you close together. We gathered here to celebrate a moment you'll always treasure. We ask Allah to make your love last forever. Let's raise our hands and make dua like the Prophet taught us. And with one voice, let's all shake, shake, shake. Share all the joys to hardships aboard each other. Together worshiping Allah,
seeking His pleasure. We pray that He will fill your life with happiness and blessings, and grant you keys to make your home filled with love. Let's raise our hands and make dua like the Prophet taught us, and with one voice let's all shake, shake, shake. Barakallah, walakum barakah. താങ്ക് യു. Yes, yes. എടോ ഇത് നല്ലൊരു ശബ്ദം, എന്തൊരു ശബ്ദം, അടിപൊളി. ഇതൊരു മാത്രമല്ല, ശരിക്കും അള്ളാഹെ ഒരു okay വെസ്റ്റേൺ എന്നോട് മ്യൂസിക്, പാടുന്നത്. വെസ്റ്റേൺ മ്യൂസിക് ശബ്ദമാണ്. Very sick. Okay, right. പാട്ടിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഈ കിഡ് ഷോ ഇങ്ങനെയുള്ള വെറൈറ്റി ആൻഡ് പെൻസിൽ ഒരു വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ചെയ്യാം. പക്ഷെ ഇത് മതി തനിക്ക്. Okay, as a career, അല്ലേ? അതെ അതെ Right, അതെ. okay. വളരെ മതി. ഇനി എന്താ ഇനി എന്താ എന്താണ്? രോഹിത്? ഓഡിയൻസ് പറയുന്ന സോങ്ങിന് വേണ്ടിയിട്ട് പ്ലേ ചെയ്യാൻ തബല. ഓഡിയൻസ് പറയുന്ന പഴയ പുതിയ ഏത് പാട്ടാണ് ഉദ്ദേശിക്കുന്നത്? പഴയ സോങ്ങിലേക്ക്. ഓഡിയൻസ് പറയുന്ന പഴയ സോങ്ങിന് പുള്ളി ഇവിടെ ആ ഡഗയും ടാഗയും അല്ലേ, ഡഗയും കുറ്റിയൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യും. പ്ലീസ് ഏതൊരു പഴയ പാട്ട് പറയാൻ പറ്റുമോ? കേൾക്കാനില്ല. പഴയ പാട്ടാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. നല്ല അതിലാണ് ഏറ്റവും കൂടുതൽ തബല ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. ഇന്നത്തെ കേൾക്കാനല്ല, ഒന്ന് പറഞ്ഞോളൂ. ഏതാ? Please. പറഞ്ഞോളൂ. Mic കൊടുക്കണോ? ജമ്മോ. ഒരു പുഷ്പം മാത്രം. അത് നല്ല സാധനമാണത്. ഞാനാണ് കേട്ടോ പാടുക. അതില് പിന്നെ മാക്സിമം അയാളുടെ ടാക്കൊക്കെ അനുസരിച്ച് പാടാൻ പറ്റും. ഒരു പുഷ്പം അല്ലേ? അല്ലേ? ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. അതല്ലേ വേറെതാ? ഏതാ? ഒരു പുഷ്പം പൂങ്കുലയിൽ നിർത്താം. അതിന്റെ അതിന് തുറക്കാൻ തന്നെ. പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു പുഷ്പം മാത്രം പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, ഒടുവിൽ നീയെത്തുമ്പോൾ ചെവിയിൽ മൂളാം. റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, അത് അയാൾ വായിച്ചത് റെഡിയാണോ? എന്റെ പാട്ടല്ല, അയാൾ വായിച്ചത് കറക്റ്റ് ആണോ? വെരി ഗുഡ്. അപ്പം തീർച്ചയായും രോഹിത്തിന് നല്ല ഏത് പാട്ട് സെൻസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് പാടാൻ പറ്റാൻ, ഇതേപോലെ രോഹിത്തിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാം. വല്ല ഡ്യുവറ്റിന്റെ നിങ്ങൾ എന്താ പറയാ യുഗ്മ ഗാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ ആർക്കും പാടാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരാൻ കഴിയും. അല്ലെ പാട്ട് പറഞ്ഞാലും മതി. നമുക്ക് സമയം അധികരിക്കുകയാണ്. നമ്മൾ അതിക്രമിക്കുന്ന സമയത്ത് അവസാന സമയത്ത് കിടക്കാണ്. ഇനി ഡ്യുവറ്റ് സോങ് അതെ തീർച്ചയായിട്ടും അതെ. മല്ലിക ബാണൻ തന്നെ ഇത് പാടാൻ കേരള ഇവിടെ ശ്രീദേവി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. യെസ്, ഓക്കെ. രോഹിത്തിനെ വീണ്ടും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു. ഒരു പഴയ പാട്ടാണ്. ജയേന്ദ്രനും മാധുരി തന്നെയല്ലേ അല്ലേ ബാബുജി? ഇതാരാ പാടിയത്? മല്ലിക ബാണൻ തന്നെ. ഞങ്ങള് രോഹിത്തിനോട് ചോദിക്കില്ല, പാടി അടിച്ചിരിക്കണം. അപ്പൊ ഇന്ന് പാട്ടും താളും എന്താ അവസാനം ഒരു ഡാൻസ് ഉണ്ട്. മല്ലിക ബാണം തന്റെ വില്ലെടുത്തു,
കൈകാര്യം ചെയ്തു കറക്റ്റ് ആയിട്ട് ഇല്ലേ? ഒന്നുകിൽ നമ്മൾ കറക്റ്റ് അല്ലാതെ ആവണം. ഓക്കെ, ഏതാ? ഓക്കെ ഓക്കെ ഓക്കെ, ഒരു 4 വരി കസ്തൂരി. ബാബുജി റെഡി? ഓക്കെ, കയ്യൊക്കെ കൂട്ടണം. കൈ എന്താ കൂട്ടാത്തത്? 4 വരി കസ്തൂരി തൈലുണ്ട്. അയാൾ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു നോക്കാം. റൈറ്റ്. കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി, മുത്തോട് മുത്ത് വെച്ച വളകിലുക്കി, കൈമുത്തോട് മുത്ത് വെച്ച വളകിലുക്കി, മന്ദാരക്കുളങ്ങളിൽ കുളിച്ചൊരുക്കി, മംഗല്യത്തട്ടമിട്ട പുതുക്കപ്പെണ്ണ്, മാറി മഞ്ചാടി മാറുള്ള മിടുക്കിപ്പെണ്ണ്. കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി, മുത്തോട് മുത്ത് വെച്ച വളകിലുക്കി, കയ്യിൽ മുത്തോട് മുത്ത് വെച്ച വളകിലുക്കി. മതി, എല്ലാ പാട്ടും റെഡി. രോഹിത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഇത് രോഹിത്തെ, ഇത് ഈ പാട്ടുകൾ ഓർക്കസ്ട്ര നടക്കുന്ന സമയത്ത് ഏത് പാട്ടും നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് പ്രതീക്ഷിക്കാം. ഓഡിയൻസിന്റെ അടുത്ത് നിന്നുള്ള ആവശ്യമാണ് ഇപ്പം. പണ്ടത്തെ പോലെ ഒന്നല്ല, അങ്ങോട്ടുള്ള പാട്ടല്ല, അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പാട്ട്. അപ്പൊ അതുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും എന്താ പറയാ, എവർ റെഡി അല്ലേ? റൈറ്റ്. ഇന്ന് സത്യത്തിൽ ബാബുജി അടിച്ചു പൊളിച്ചു അല്ലേ? അടിച്ചു പൊളിച്ചു ശരിക്കും. സമയം പോയത് അറിഞ്ഞില്ലല്ലോ. സമയം പോയത് അറിഞ്ഞതേ ഇല്ല. മതി, നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞു. ഇല്ല ഇല്ല, ഒരു 5 മിനിറ്റ് കൂടി. അത് ഇവരുടെ ഡാൻസ് ഒന്ന് കാണാനുള്ള അവസരം കിട്ടിയില്ല. റൈറ്റ്, ഒരു അടിപൊളി ഡാൻസ് അല്ലേ? ഇതൊന്നും കൂടാതെ വേറെ ഐറ്റംസ് ഉണ്ടോ? തയ്യാറാണ്. ഇതൊന്നും കൂടാതെ തയ്യാറാണ്. രോഹിത് തയ്യാറാണ്. ഷാനിലും തയ്യാറാണ്. എന്തിനാണല്ലോ അല്ലേ? മൈക്ക് ഉപയോഗിച്ച് പറയണം. ലുങ്കി ഡാൻസിന്റെ സോങ്ങിന് എല്ലാരും എങ്ങനെ പാടാം, എല്ലാരും ഡാൻസ് ചെയ്യും. ഞങ്ങൾ കളിക്കണോ? ഡാൻസ് ഡാൻസ് ഞങ്ങൾ ഡാൻസ് കളിക്കണം. ഷാനിബ് കളിച്ചിരിക്കണം. കമോൺ ഗെറ്റ് അപ്പ്. നമുക്ക് സമയം അവസാന റൗണ്ടിലേക്ക് എത്തുകയാണ്. ഓക്കെ, റെഡി? ബാബുജി കളിക്കണ്ടേ മോളെ? കുറച്ചും കൂടി കൊണ്ടേ അടുത്തേക്ക്, അടുത്ത്. ഓക്കെ, ഡാൻസ് ആണ്. നിങ്ങൾ കളിച്ചില്ല, ഞങ്ങൾ കളിക്കും. ഓക്കെ, मुझको को थोड़ा राउंड घुमा के, अन्ना के जैसा चश्मा लगा के, कोकोनट में लस्सी मिला के, आ जाओ सारे मूड बना के, ऑल द रजनी फैन डोंट मिस द चांस, ऑल द रजनी फैन डोंट मिस द चांस, डू दिस लंगी डांस 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 लंगी इसको में जरिए गाना बजेगा, ऑन द स्पॉट आना पड़ेगा, लुंगी को उठाना पड़ेगा, सिर्फ करके दिखाना पड़ेगा, इसको में जरिए गाना बजेगा, ऑन द फ्लोर आना पड़ेगा, लुंगी को उठाना पड़ेगा, सिर्फ करके दिखाना पड़ेगा, ऑल द रजनी फैन डोंट मिस द चांस, all the Rajini fans don't miss the chance to lungi dance 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 all the Rajini